നമസ്കാരം എല്ലാവർക്കും. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2026. നമുക്ക് വെൽക്കം ചെയ്യാം നല്ലൊരു പുതിയ വർഷത്തെ. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും എല്ലാം ആയുരാരോഗ്യം എല്ലാം നൽകി യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ന്യൂ ഇയറിലേക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ എല്ലാം നല്ലത് കൊണ്ടുവരട്ടെ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു വർഷമായിരിക്കട്ടെ എൻ്റെ ആശംസകൾ. ഓക്കെ, എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഓക്കെ ഒരു വളരെ നല്ല ഒരു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഓക്കെ, സോ ഇന്ന് വെറുതെ ഒരു ഫസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ റീഡിങ് ഇടാതിരിക്കണ്ട എന്നെൻ്റെ മനസ്സിൽ തോന്നി, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇത് കാണില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരും ബിസി ആയിരിക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. ചുമ്മാ ഒരു റീഡിംഗ് ആയിട്ട് കണ്ടാലും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സോ ഇവിടെ ഇന്ന് നമുക്ക് ജസ്റ്റ് ബ്ലെസ്സിങ്സ് വരാൻ പോകുന്നത് നോക്കാം. ഈ 2026 എന്ത് ബ്ലെസ്സിങ്സ് കൊണ്ടാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ള ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. യൂണിവേഴ്സ് പറയുന്നത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. കുറച്ച് ഉത്തരങ്ങൾ നമുക്ക് യൂണിവേഴ്സ് തരുന്നത് നോക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ക്വസ്റ്റ്യൻസ് ഉള്ളതിനൊക്കെ ചെറിയ ഉത്തരങ്ങൾ യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, വളരെ ചെറിയ ഒരു റീഡിങ്. ഓക്കെ, റിലേഷൻഷിപ്പ് ആയാലും എല്ലാം ജനറൽ ആയിട്ടാണെന്ന് ഞാൻ പറയുന്നത്. ഒന്നിച്ച് പറയാൻ ശ്രമിക്കാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയാം. ഓക്കെ, ഇന്നത്തെ ദിവസം എന്നല്ല, ഈ 2026 നിങ്ങൾക്ക് എന്താ കൊണ്ടുവരുന്നത്? ഓക്കെ, മാൻ ഹോൾഡിങ് എ കോയിൻ, ഫിഫ്ത്ത് ചക്ര, ആർക്കേഞ്ചൽ ഗബ്രിയേൽ ആൻഡ് ദ തിങ്കിങ് വുമൺ. കുറച്ച് കാർഡ്സ് എടുത്തേക്ക് എനിക്കൊരു രസം തോന്നുന്നു. ഓക്കെ, ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് and one more, seventh chakra, archangel Uriel. Okay, bottom, man holding a heart ഉണ്ട്. ഓക്കെ, മതി, ഇത്ര മതി അല്ലേ, നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, ആൻഡ് ശരി, ഇത് പറയാദ്യം. ഇവിടെ കാണുന്നത് മാൻ ഹോൾഡിങ് എ കോയിനും ഉണ്ട്, മാൻ ഹോൾഡിങ് എ ഹാർട്ടും ഉണ്ട് ഇവിടെ. സോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ഓക്കെ രണ്ടും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ഫൈനാൻസിൻ്റെ കാര്യത്തിലാണോ നിങ്ങളുടെ കൺസേൺ? ഓക്കെ, ജോലി, കരിയർ, ഫൈനാൻസ് അങ്ങനത്തെ കാര്യങ്ങളാണോ നിങ്ങളുടെ മനസ്സിലെങ്കിൽ യെസ്, അതിൽ ഒരു ബെറ്റർമെൻറ്റ് കാണുന്നുണ്ട്. ഒരു ജോലിയുടെ ഓഫർ വരുന്നുണ്ട്, ഒരു കരിയർ ഓഫർ വരുന്നുണ്ട്, ഒരു ഫൈനാൻഷ്യൽ ബെറ്റർമെൻറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പണം കിട്ടുന്ന രീതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഏണിംഗ് വരുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ആണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ചെറിയൊരു ഗ്രോത്ത് നിങ്ങൾക്ക് കാണുന്ന പോലെ, കരിയറിൽ ഗ്രോത്ത് കാണുന്ന പോലെ എല്ലാം ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓഫർ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിട്ട്, അല്ലെങ്കിൽ ഉള്ള ജോലി തന്നെ നല്ലൊരു ബെറ്റർ ആവുന്ന രീതിയിലെല്ലാം കാണുന്നുണ്ട്. ഓക്കെ, പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ചിലപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വരുന്ന ഒരു രീതിക്കും കാണുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ കൂടെ ആരെങ്കിലും സപ്പോർട്ടായിട്ടുള്ളതായിരിക്കാം, അങ്ങനെയും പറയാം. വീട്ടിലെ ഫാമിലി മെമ്പർ ആവാം, അല്ലെങ്കിൽ പുറത്താരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങൾക്ക് കൂടെ നിൽക്കുന്ന സപ്പോർട്ടർ, അല്ലെങ്കിൽ ഈവൻ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ആരെങ്കിലും സപ്പോർട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഒരു വ്യക്തിയുടെ സപ്പോർട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ട്. അഗെയിൻ ഇവിടെ മാൻ ഹോൾഡിങ് എ ഹാർട്ടും ഉള്ളതുകൊണ്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യം കൂടി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സോ യെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഓഫർ, ഈവൻ ഇതൊരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് കൂടിയാണ്. മാൻ ഹോൾഡിങ് എ കോയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രോപ്പറായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്കുള്ള കാര്യമാണ്. സോ മാരേജ് ആഗ്രഹിക്കുന്നവർക്ക് യെസ്, ഒരു മാരേജും ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഹോൾഡിങ് എ ഹാർട്ട് പറയുമ്പോൾ ഇത് ഇത് നിങ്ങൾ ആർക്കെങ്കിലും ഓഫർ കൊടുക്കുന്നതുമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ കിട്ടുന്ന കാര്യമായിരിക്കും. അതേപോലെ തന്നെ ഇവിടെയും നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയോട് നിങ്ങളുടെ മനസ്സ് തുറന്ന കാര്യങ്ങൾ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വ്യക്തിയുടെ ഭാഗത്ത് നിങ്ങൾക്കൊരു സ്നേഹം, ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓഫർ വരുന്ന രീതിയിലായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആരെങ്കിലും ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടർ, അല്ലെങ്കിൽ ഒരു ലവർ എന്ന രീതിക്കാവാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഓഫറും നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇമോഷണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ, റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ ഓഫറായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തിയും നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ തന്നെ ആ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് കുറച്ചുകൂടി അറ്റാച്ച്മെൻറ്റും സ്നേഹവും എല്ലാം ഉള്ള രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഫിഫ്ത്ത് ചക്ര, ആർക്കേഞ്ചൽ ഗബ്രിയേൽ, ഫിഫ്ത്ത് ആൻഡ് സെവൻത്ത് ചക്ര നമുക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഫിഫ്ത്ത് ചക്ര നമ്മുടെ ത്രോട്ട് ചക്രയാണ്. ഓക്കെ, നമ്മുടെ സംസാരം, നമ്മളുടെ എക്സ്പ്രഷൻ, നമ്മൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക, തുറന്ന് പറയുക. സോ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ഐ തിങ്ക് ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ചില സമയത്ത് നമ്മൾ തുറന്ന് പറയേണ്ടി വരും കാര്യങ്ങൾ എന്ന്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, നമ്മൾ ആ പറയുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ആരോടും നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും ഒരു വേണ്ടാത്ത ഒരു വർത്തമാനം, ഒരു വേദനിപ്പിക്കുന്ന തരത്തിലൊരു വർത്തമാനം വരരുത്.
അതിന് നിങ്ങൾക്ക് പറയുന്ന രീതികളുണ്ട്, സോഫ്റ്റായിട്ട് പറയാൻ സാധിക്കും. അതിന് പറയാൻ സാധിക്കണമെങ്കിൽ എന്താണ്, പക്ഷെ നമ്മൾ ക്ഷമയോടെ നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താതെ, അല്ലെങ്കിൽ നമ്മളൊരു നിങ്ങൾക്ക് നിങ്ങളുടെ സത്യങ്ങൾ നിങ്ങൾക്ക് പറയാം, പക്ഷെ ആ സത്യങ്ങൾ പറയുമ്പോൾ അത് മറ്റേ പേഴ്സണിനെ നമ്മൾ ജഡ്ജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ടോ നമ്മൾ പറഞ്ഞിട്ട് പറയാൻ പാടില്ല എന്നാണ്. ഓക്കെ, നമ്മൾ പറയുന്നത് ശാന്തമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് മുൻപോട്ട് വെക്കാൻ പറ്റണം. പക്ഷെ അത് മറ്റേ വ്യക്തിയെ കണക്ട് ചെയ്ത് പറയണ്ട. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് ഇന്ന കാര്യം എനിക്ക് വേദനിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ ആ വ്യക്തി നിങ്ങൾ ചെയ്യുന്നത് എന്നെ വേദനിപ്പിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. ഓക്കെ, അത് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ എന്തിനു ചെയ്തു, എന്തിനങ്ങനെയൊക്കെ അങ്ങനെയൊന്നും പറയാൻ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഈ പ്രവർത്തിക്കുന്നത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രം പറയാം. ഓക്കെ, അവർ മാറലും മാറാതിരിക്കലും ഒക്കെ പിന്നത്തെ കാര്യം. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് പറയാനുള്ള സത്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം വേണം, എനിക്ക് ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് അത് വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് അത് മുന്നിൽ വെക്കാൻ പറ്റണം മറ്റുള്ളവരുടെ മുമ്പിൽ. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ മനസ്സിലുള്ളത് അത് തുറന്ന് പറയാൻ സാധിക്കണം, പക്ഷേ വിത്തൗട്ട് ഹേർട്ടിങ് അതേഴ്സ് എന്ന രീതിക്ക്. ഓക്കെ, അതാണ് ശരിക്കും മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ പറയുന്നത് വേറൊന്നും മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെ കാര്യമുണ്ട്. നിങ്ങൾക്ക് അതായത് ഉറപ്പുണ്ടാവണം ദാറ്റ് നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണ്, ന്യായമാണ് എന്ന് നിങ്ങൾക്ക് ഉള്ളിൽ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വ്യക്തിയെ വേദനിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു വളരെ എനിക്കിങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എനിക്കിതാണ് ശരി എന്ന് തോന്നുന്നത്, ഓക്കെ, ഇതാണ് എൻ്റെ ശരി എന്ന് പറയാം. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല, നിങ്ങളത് മറ്റുള്ളവരത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല, നിങ്ങളതിനെ വേണ്ടി ഒന്നും ചെയ്യുകയും വേണ്ട. പക്ഷെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ നിങ്ങൾക്ക് അത് മുന്നോട്ട് വെക്കാൻ പറ്റണം. ശരിക്കും ത്രോട്ട് ചക്രയുടെ കാര്യത്തിൽ നമുക്ക് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും നമ്മൾ പഠിക്കാനുണ്ട് ശരിക്കും. ഓക്കെ, ആൻഡ് എവിടുന്നും നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു എന്ന് പറയുക. അതിനുശേഷം അവർ തിരുത്തണം, മാറണം, അവരെന്നോട് മാപ്പ് പറയണം, ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു, ഓക്കെ, അത് എനിക്ക് പറ്റില്ല എന്ന് പറയണം. അവിടെ നിങ്ങളത് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറയുക, അവിടുന്ന് മാറി നിൽക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ആൻഡ് സോ അങ്ങനെ ത്രോട്ട് ചക്ര നിങ്ങളുടെ ആക്ടിവേറ്റ് ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിൽ നമ്മൾ വെച്ചുകൊണ്ട് നടന്നാലും അത് ശരിയല്ല. ഓക്കെ, നിങ്ങളത് കുറേ സഹിച്ചിരുന്നു, ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാനത് വിട്ടുകൊടുക്കുന്നത് ശരിയല്ല. ഒരിക്കലും അല്ല. കാരണം അത് നിങ്ങളെ തന്നെ അത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് നിങ്ങൾക്ക് ഇഷ്യൂസ് കോസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാക്കും. സോ എവിടെയോ നിങ്ങൾക്ക് തുറന്ന് പറയാനുണ്ട് ചില കാര്യങ്ങൾ എങ്കിൽ അത് പറയാനുള്ള സമയമായി എന്നാണ്. ഓക്കെ, അത് നിങ്ങൾ പറയാൻ സാധിക്കണം, പറയാൻ കിട്ടും. ഓക്കെ, അത് ഈ വരുന്ന ഇയറിൽ ഐ തിങ്ക് നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ സാധിക്കും. ഇവിടെ 7th ചക്ര ഇൻറ്റ്യൂഷൻ്റെ കാര്യമാണ്. നമ്മുടെ ഏറ്റവും ക്രൗൺ ചക്രയാണ്. ക്രൗൺ ചക്ര എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്മുടെ ആ ഒരു അജ്ഞാചക്ര എന്നാണ്, അല്ല അത് തേർഡായി ആണ്, സോറി, എനിക്ക് മലയാളത്തിൽ വാക്കുകൾ പെട്ടെന്ന് കിട്ടില്ല. 7th ചക്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലെയുള്ള ക്രൗൺ ചക്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്ന് പറയും. ഓക്കെ, സോ അവിടെ നിങ്ങൾ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുക, നിങ്ങളുടെ ഒരു യൂണിവേഴ്സുമായിട്ടുള്ള കണക്ഷൻ വർദ്ധിക്കുക എന്ന രീതിക്കാണ് സ്പിരിച്വൽ. ഓക്കെ, സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുന്നതായിട്ട്, യൂണിവേഴ്സിലേക്ക് കൂടുതൽ അടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് മേ ബി നിങ്ങൾ കൂടുതലൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന രീതിക്കായിരിക്കാം. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സന്യാസം പോവുക എന്നല്ല കേട്ടോ. ഓക്കെ, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്താണ് യൂണിവേഴ്സ് എന്ന രീതിക്കൊക്കെ മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ തിങ്കിങ് വുമൺ ഉണ്ട്. സോ നിങ്ങൾക്ക് ഐ തിങ്ക് നമ്മൾ ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സോ നിങ്ങൾ ഇത്രയും കാലം മേ ബി ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് കാണും, ഒരുപാട് സ്ട്രെസ് എടുത്ത് കാണും, ഒരുപാട് കാര്യങ്ങളിലും മനസ്സിലിട്ട് കുഴപ്പിച്ച് കൂടുതൽ ആലോചിച്ച് കൂട്ടി നമ്മൾ തന്നെ കൺഫ്യൂസ് ആവുക അല്ലേ, ഓവർ തിങ്കിങ്ങിലേക്ക് പോകുക. അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കും. സോ അതിവിടെ നിർത്താനുള്ള സമയമായി. ഓക്കെ, അതിന് മാറ്റം വരുത്താനുള്ള സമയമായി. ഓക്കെ, അല്ലെങ്കിൽ ആലോചിച്ച് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുമായിരിക്കാം, ബട്ട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകരുത്. ഓക്കെ, സിറ്റുവേഷൻ എന്താണ് എന്ന് ജസ്റ്റ് എപ്പോഴും നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ തന്നെ വീണ്ടും 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 ചിന്തിച്ച് എന്തിനാ അങ്ങനെ സംഭവിച്ചു, എന്തായി, അവരെന്തിനിങ്ങനെ ചെയ്തു, അങ്ങനെയൊന്നും ചിന്തിച്ച് ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകരുത്. ഓക്കെ, ശരി, കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നാലോചിക്കുക. ഓക്കെ, മനസ്സിലാക്കുക, അതിനെ വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, ശരി, അങ്ങനെയാണ്, ഫൈൻ. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാലോചിക്കുക, നിങ്ങൾ അതിന് വേണ്ട ആക്ഷൻ നിങ്ങൾ എടുക്കുക. ഓക്കെ, സോ അതാണ് നമ്മൾ തോട്ട്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്ന രീതിക്ക്. ഓവർ തിങ്കിങ്ങിലേക്ക് പോകരുത് എന്ന് പറയും. അതായത് നിങ്ങൾ ഒരേ കാര്യത്തിനെ വീണ്ടും 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 ക്വസ്റ്റ്യൻ ചെയ്ത് ഇങ്ങനെ മനസ്സിലാക്കാനും ഇതാക്കാനും ശ്രമിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇല്ലാത്തത് കൂടി ചിന്തിച്ചു കൂട്ടും കുറേ. അങ്ങനെയാണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ അവർ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെങ്കിലോ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഓവറായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തത് കൂടി ആലോചിച്ച് കൂട്ടി ശരിക്കും പിന്നെയും കൺഫ്യൂഷനിലേക്കാണ് പോകുന്നത്. സോ ഒരുപാട് ഓവർ തിങ്കിങ് അങ്ങനെ ചെയ്യാതിരിക്കുക, കൺട്രോൾ ചെയ്യുക, മനസ്സിനെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യുക. കാരണം നമുക്കൊരു പരിധി വരെ നമുക്കെല്ലാം കാര്യങ്ങളെ നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കുക. ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കാണുന്നുണ്ട്. സോ ഇതുവരെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിൽ
അത് മാറി വരും എന്ന രീതിക്കാണ് ഞാൻ ബ്ലെസ്സിങ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പക്ഷേ പ്രോബ്ലംസ് ഇനിയും കുറച്ചൊക്കെ ഉണ്ടാവാം, ഇല്ല എന്നല്ല. ഓക്കെ, പക്ഷെ അതിനെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നൊരു യൂണിവേഴ്സ്. കാരണം ഇവിടെ നമ്മൾ കരിയറിൻ്റെ കാര്യം ആദ്യമേ പറഞ്ഞു, കരിയറിൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബെറ്റർമെൻ്റ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ ഇവിടെ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഫൈനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം കാണാൻ തുടങ്ങും എന്ന രീതിക്കായിരിക്കും. ഓക്കെ, സോ കുറച്ചുകൂടി ചേഞ്ചസ് നിങ്ങൾക്ക് കരിയർ വൈസും ജോലി ഫൈനാൻസ് വൈസും ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഒരാൾ തിരിഞ്ഞു പോയില്ലോ പെട്ടെന്ന്, വയറൊന്നു ഏതോ ഒന്ന്. ഓക്കെ, നമുക്ക് കുറച്ച് ഏഞ്ചൽ ആൻസേഴ്സ് കൂടി എടുക്കാം. ഏഞ്ചൽസ് നിങ്ങളോട് എന്താ പറയുന്നത്, നിങ്ങളുടെ മനസ്സിലുള്ള ചില ക്വസ്റ്റ്യൻസിന് ഒരു ആൻസറായിട്ട് കൂടി വരട്ടെ. ഓക്കെ, ഇവിടെ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. യെസ്, ഞാൻ നേരത്തെ അതാ പറഞ്ഞു, ഇവിടെ ഇൻറ്റ്യൂഷൻ്റെ കാര്യം. If you believe, okay, peaceful resolution, okay, forgiveness, one more ഓപ്പർച്യൂണിറ്റി. വെരി ഗുഡ്. സി അഗെയിൻ ഇത് ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. കണ്ടോ, ഇതിൽ ഫൈനാൻഷ്യലി അബണ്ടൻസ് ഒരു കോയിൻസ് വീഴുന്ന പോലെയാണ്. സോ അഗെയിൻ ഇവിടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓക്കെ, അത് ഓപ്പർച്യൂണിറ്റീസ് വരും നിങ്ങൾക്ക്. അതായത് പൈസ ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും, നമുക്ക് എപ്പോഴും എന്താ പറയുക, ഇങ്ങനെ മാനത്തം പൊട്ടി വീഴൊന്നുമില്ല, മരം കുലിക്കുക വീഴൊന്നുമില്ല. ഓക്കെ, സോ എവിടെയെങ്കിലും പക്ഷേ നിങ്ങൾക്ക് വഴികൾ കിട്ടും. എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കുറച്ചായിട്ട് ചെയ്തെടുക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് കിട്ടും. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ വരും. ഓക്കെ, അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിരിക്കും അല്ലേ. നിങ്ങൾക്ക് എഫേർട്ട് എടുക്കേണ്ടി വരും. ഒന്നും നമുക്ക് വെറുതെ ഇരുന്ന് കൈ നീട്ടിയിരുന്നാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, സോ നമ്മൾ എഫേർട്ട് എടുക്കുക തന്നെ വേണം, ഒരു രക്ഷയില്ല. അതിന് ആരോഗ്യവും മനസ്സും ഒക്കെ നമ്മൾ മാക്സിമം, എന്ത് ബുദ്ധിമുട്ടുണ്ടാവും ശരിയാണ്. ഓക്കെ, ഓരോ വർഷം പോകുന്തോറും നമ്മുടെ ഏജ് കൂടിക്കൂടി വരികയാണ്, നമുക്ക് വയസ്സും പ്രായങ്ങളും കൂടിക്കൂടി വരികയാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവരും, പ്രത്യേകിച്ച് നമ്മൾ പണ്ടത്തെ കാലം പോലെയല്ലേ, ഇപ്പോൾ കൂടുതൽ വേഗമാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. ഓക്കെ, സോ ബട്ട് എല്ലാം പിടിച്ചു നിന്ന് നമുക്ക് പോകാൻ ശ്രമിച്ചേ പറ്റൂ, വേറെ നിവർത്തിയില്ല. ഓക്കെ, സോ മാക്സിമം നമ്മളെ തന്നെ പോസിറ്റീവാക്കി വയ്ക്കുക, നമ്മുടെ ഹെൽത്തൊക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എവിടെയോ സ്പിരിച്വലി കുറച്ചുകൂടി കണക്ട് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് ശരിക്കും നിങ്ങൾക്ക് ഗൈഡ് ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഓക്കെ, യൂണിവേഴ്സ് അല്ലെങ്കിൽ ശരിക്കും നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ദൈവത്തിനെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ആ ദൈവം അല്ലെങ്കിൽ ആ ഒരു ഈശ്വരൻ്റെ അംശം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഒരു അംശം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എപ്പോഴും. ഓക്കെ, സോ ആ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ദൈവത്തിൻ്റെ ആ തത്വം അല്ലെങ്കിൽ ആ ഒരു അംശമാണ് നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത്. അതാണ് നമ്മൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നതും. ഓക്കെ, യൂണിവേഴ്സ് ശരിക്കും നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് പറയാം, അങ്ങനെ പറയാം. സോ എവിടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ശരിക്കും നിങ്ങൾക്ക് സത്യങ്ങൾ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളത് കേൾക്കുക, വിശ്വസിക്കുക. ഓക്കെ, എൻ്റെ തോന്നലാണ് എന്ന് പറഞ്ഞ് തട്ടിക്കളയണ്ട എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് കാണിച്ചു തരുന്നതാണ്. അതിനെ വിശ്വസിക്കൂ, ട്രസ്റ്റ് ചെയ്യൂ. ഓക്കെ, അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് യു ബിലീവ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നമ്മൾ പറയുമ്പോൾ മേ ബി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നേടാൻ സാധിക്കുമോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബിലീഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേടാൻ സാധിക്കും. ഓക്കെ, നിങ്ങളാണ് വിശ്വസിക്കേണ്ടത്. എനിക്ക് സാധിക്കും, എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തെടുക്കും, ഞാൻ അതിനുള്ള ശ്രമം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടും എന്നുള്ള ബിലീഫ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, എന്നെ യൂണിവേഴ്സ് വെറുതെ ഇട്ട് ഒരുപാട് എന്നെ ഇട്ട് ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ, കുറച്ചൊക്കെ യെസ് എഫേർട്ട് നമ്മൾ ഇടണം, അതല്ലാതെ എന്നെ വേണം വെച്ച് വേദനിപ്പിക്കുകയൊന്നുമില്ല എന്നൊരു ട്രസ്റ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ ആ ട്രസ്റ്റ് വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തും നേടാൻ സാധിക്കും. പീസ്ഫുൾ റെസൊല്യൂഷൻ കാണുന്നുണ്ട്. സോ മേ ബി എനിക്ക് ഇവിടെ ഒരു പെട്ടെന്നൊരു കണക്ഷൻ തോന്നി. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് നിങ്ങളുടെ മനസ്സിലൊരു എന്തെങ്കിലും കാര്യത്തിന് ഒരുപാട് ചിന്തിച്ച് നിങ്ങൾ കൂട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മനസ്സിനൊരു സമാധാനം കിട്ടുന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങളൊന്ന് സമാധാനപ്പെടാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ഇവിടെ ഫർഗീവ്നെസ് കാണുന്നുണ്ട്. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാപ്പ് കൊടുക്കേണ്ടി വരാം. ഓക്കെ, അവനവനെ മാപ്പ് കൊടുക്കുക എപ്പോഴും ആദ്യത്തെ കാര്യം. ഓക്കെ, മറ്റുള്ളവരെ മാപ്പ് കൊടുക്കുന്നതൊക്കെ പോട്ടെ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുടെയും മാപ്പ് ചോദിക്കണം, അതൊക്കെ ഉണ്ട്. നമ്മുടെ ഫർഗീവ്നെസ് പ്രെയർ അതാണ് നമ്മൾ പറയാറ്. ഓക്കെ, 3 കാര്യങ്ങളാണ് ഞാൻ അതിൽ ഉദ്ദേശിക്കുക. എപ്പോഴും ഞാൻ പറയും ഫർഗീവ്നെസ് പ്രെയർ എന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നാണ്. അതിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മളുടെ ഭാഗത്തുനിന്ന് അറിഞ്ഞോ അറിയാതെയോ
ഈ ജന്മത്തോ ഏതെങ്കിലും ഒരു ജന്മത്തോ നമ്മൾ ആരോടെങ്കിലും നമ്മുടെ സോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ മാപ്പ്, നമുക്ക് ആ പേഴ്സണെ തേടി പിടിച്ച് നമുക്ക് സോറി പറയാനൊന്നും പറ്റില്ല. സോ യൂണിവേഴ്സിനോട് പറയാം, ഓക്കെ, ഞാൻ എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ സമയത്ത് അറിവ് വെച്ച് അല്ലെങ്കിൽ പരിമിതമായ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ ചെയ്തു പോയതാണ്. ഓക്കെ, ഞാനിപ്പോൾ അതിൽ നിന്ന് പഠിക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ ചെയ്ത തെറ്റുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അതിനെ ഞാൻ തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ആൻഡ് അത് ആ ഒരു മാപ്പ് നമ്മൾ യൂണിവേഴ്സിന് മുമ്പിൽ സമർപ്പിക്കാം, ക്ഷമ ചോദിക്കുക യൂണിവേഴ്സിനോട്. ഓക്കെ, അതുപോലെ നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കണം എന്ന് പറയും. ഓക്കെ, ഫർഗിവ്നെസ്. ഓക്കെ, നമ്മൾ അവരെ മാപ്പ് കൊടുക്കുക, വിട്ടുകളഞ്ഞ് അത് ലെറ്റ് ഗോ ചെയ്യുക. ലെറ്റ് ഗോ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാപ്പ് കൊടുത്ത് പേഴ്സണെ തിരിച്ച് സ്വീകരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തികളെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കണം എന്നല്ല. ഓക്കെ, അതിൽ നിന്ന് മാറി നിൽക്കാൻ കൂടി നമുക്ക് അവകാശമുണ്ട്. അവർക്ക് മാപ്പ് കൊടുക്കുന്നത് നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി മാത്രമാണ്. ആ ഒരു അവർ തന്ന വേദന അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ട് നടക്കുന്നത്രേ കാലം നിങ്ങൾക്കത് കൂടുതൽ വേദന തരുകയുള്ളൂ. ഓക്കെ, സോ മാപ്പ് കൊടുത്ത് യൂണിവേഴ്സിനെ വിട്ടു കൊടുക്കുക, ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്ത് വിടാം. ഇവർ എന്താണെന്ന് വെച്ചാൽ അവരുടെ കാര്യം, ഇനി എനിക്കറിയണ്ട, ഞാൻ അവരെ മാപ്പ് കൊടുത്തു, ഇനി അവരുടെ കർമ്മയായി എന്തോ ആയി. ഓക്കെ, എന്ന് വെച്ച് നിങ്ങളുടെ മനസ്സിൽ അവർക്ക് മാപ്പ് കൊടുത്ത് നിങ്ങൾ വിട്ടേക്കുക. ആൻഡ് വേറൊരു കാര്യം, നമ്മൾ അവനവനെ മാപ്പ് കൊടുക്കണം എന്നുകൂടി. ഓക്കെ, അവനവനെ മാപ്പ് നമ്മൾ കൊടുക്കുക, കാരണം അവനവനോട് മാപ്പ് ചോദിക്കുകയും വേണം. ഓക്കെ, ഞാൻ എന്നെ തന്നെ നമ്മൾ വേറെ ആൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ആ ബന്ധത്തിൽ നമ്മൾ നിൽക്കുക, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ നിൽക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അവനവനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പേഴ്സൺ വേദനിപ്പിക്കുന്ന പോട്ടെ, അതിൻ്റെ മേലെ നിങ്ങളത് സഹിച്ച് അവിടെ തന്നെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളും കൂടി നിങ്ങളെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ അത് എനിവേ, അതിന് നമ്മൾ അവനവനോട് മാപ്പ് ചോദിക്കുക. ഓക്കെ, അവനവനെ മാപ്പ് കൊടുക്കുക. പിന്നെ പക്ഷേ ഇങ്ങനെ നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ നിവർത്തികേട് കൊണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നിവർത്തിയില്ല, നമ്മളത് സഹിച്ചേ പറ്റൂ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. സോ എവിടെയോ നിങ്ങൾ അവനവനെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് അവനവനോട് ക്ഷമിക്കുകയും കൂടി ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് മനസ്സിലായി കാണുന്നു വിചാരിക്കണം. സോ ഇതാണ് ഫർഗിവ്നെസ്സിൻ്റെ പ്രോസസ്സ്. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കൽ മാത്രമല്ല, ഓക്കെ, നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമ്മൾ മാപ്പ് ചോദിക്കുക യൂണിവേഴ്സിനോട്, ആൻഡ് അവനവനോടുകൂടി നമ്മൾ മാപ്പ് ചോദിക്കും, മാപ്പ് കൊടുക്കുകയും വേണം. ഓക്കെ, സോ അങ്ങനെ ആ ഫർഗിവ്നെസ്സിൻ്റെ ഒരു പ്രോസസ്സ് നിങ്ങൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മുന്നോട്ട് വരും, നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും, അവസരങ്ങൾ വരും എന്നാണ്. ചില അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല, ലൈഫാണ് അല്ലേ, എപ്പോഴും സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ വരും. ചിലപ്പോൾ നമ്മൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോകും, ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും വേദനിപ്പിക്കും, നമ്മളെ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. കുറച്ച് ഫൈനാൻഷ്യലി ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. എല്ലാം സ്മൂത്തായിട്ട് എപ്പോഴും പോവില്ല. പക്ഷേ നമുക്ക് അവസരങ്ങളുണ്ട് നമ്മളെ തന്നെ ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സായിട്ട് ചില അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അതെല്ലാം നമുക്ക് നമ്മളത് യൂസ് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, എന്തായാലും 2026 എല്ലാവർക്കും നല്ലൊരു ഇയർ ആയിരിക്കട്ടെ. വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ. ബ്ലെസ്സിങ് എപ്പോഴും ഉണ്ടാവട്ടെ. ദൈവം എപ്പോഴും നിങ്ങളെല്ലാവരെയും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ വൺ മോർ ടൈം. ഓക്കെ.